Hello friends, welcome to Codeeureka. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ജാവയിൽ എങ്ങനെയാണ് ASCII വാല്യൂ പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ASCII എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ASCII എന്താണെന്ന് വെച്ചാൽ അതൊരു ഷോർട്ട് ഫോം ആണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മുടെ ASCII എന്ന് പറയുന്നത്. ഇനി ASCII എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 7-ബിറ്റ് ക്യാരക്ടർ സെറ്റ് ആണ്. അതിനകത്ത് 128 ക്യാരക്ടേഴ്സ് കാണും. അതായത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് 0 to 127. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിനെ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് ക്യാരക്ടർ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ കാണും. അപ്പൊ ക്യാരക്ടറിന്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ASCII യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന പോലെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ ASCII വാല്യൂ, അതിന്റെ ന്യൂമറിക്കൽ കറസ്പോണ്ടിങ് വാല്യൂ ആണ് 65 എന്ന് പറഞ്ഞത്. അപ്പൊ ക്യാപിറ്റൽ എയുടെ ആണ്, സ്മോൾ എയുടെ വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അതിനാണ് നമ്മൾ ASCII എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ജനറൽ ആയിട്ടുള്ള ഇതിന്റെ കൺസെപ്റ്റ്. ഇനി നമുക്കിത് പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ASCII ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ജാവ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ജാവ പ്രൊജക്റ്റ് എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുക, പ്രിന്റ് ASCII എന്ന് കൊടുക്കാം. പിന്നെ ഇനി ഇതിനകത്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ASCII വാല്യൂ എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നാണ് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ക്യാരക്ടർ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII കിട്ടണമെങ്കിൽ അതിന് ഇൻബിൽട്ട് ആയിട്ടുള്ള മെത്തേഡുകളോ ക്ലാസ്സുകളോ ഒന്നുമില്ല. നമുക്കിത് നോർമലി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് ASCII ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിനെ ഒരു ഇൻഡിജർ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു മെത്തേഡ്. നമ്മൾ ഏത് ക്യാരക്ടർ കൊടുത്താലും അതിനെ ഒരു ഇൻഡിജർ വേരിയബിളിനകത്തോട്ട് നമ്മൾ അസൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് ASCII കിട്ടും. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയാം. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിനെ എങ്ങനെയാണ് ഒരു ഇൻഡിജർ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ കൊടുക്കുകയാണ്, അപ്പോൾ ക്യാർ A1 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞൊരു ക്യാർ ഞാൻ കൊടുക്കുകയാണ്. ഒരു ക്യാറൂടെ കൊടുക്കുകയാണ്, ക്യാർ A2 ഈക്വൽ ടു സ്മോൾ എ. ഞാൻ പറഞ്ഞല്ലോ ക്യാപിറ്റലിനും സ്മോളിനും വ്യത്യാസമായിട്ടുള്ള ASCII വാല്യൂ ആണ് വരുന്നതെന്ന്. അപ്പൊ നോക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ അസൈനിങ് ടു ഇന്റ് വേരിയബിൾ. ഇതാണ് ഒരു മെത്തേഡ്. അതായത് നമ്മളൊരു ഇൻഡിജർ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ രണ്ട് ക്യാരക്ടർ ഉണ്ട്, A1 A2. ഇനി ജസ്റ്റ് നമ്മൾ സാധാരണ പോലെ ഒരു ഇൻഡിജർ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ASCII1 ഈക്വൽ ടു A1. മനസ്സിലായോ? ഇനി അടുത്ത ഇൻഡിജർ വേരിയബിൾ എന്തിനാണ്? നമ്മുടെ സ്മോൾ എ വാങ്ങിക്കാൻ. ASCII2 ഈക്വൽ ടു A2. ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം എന്താണ്? നമ്മുടെ ക്യാരക്ടറിനെ ഇതിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിജർ ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ടു നമ്മുടെ ക്യാരക്ടർ ഈക്വൽ ടു വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. സിസ് ഔട്ട് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ASCII1. ശരിയല്ലേ? ഇനി നമുക്ക് സ്മോൾ എയുടെ വാല്യൂ ഇതുപോലെ പ്രിന്റ് ചെയ്യിക്കാമല്ലോ. വാല്യൂ ഓഫ് സ്മോൾ എ ഈസ് ASCII2. ഇപ്പം നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു നോക്കാം. ഇവിടെ നമുക്ക് റൺ ചെയ്യിക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ക്യാപിറ്റൽ എയുടെ വാല്യൂ 65ഉം സ്മോൾ എയുടെ വാല്യൂ 97ഉം. അപ്പൊ ഇതാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും കറസ്പോണ്ടിങ് ASCII വാല്യൂ. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ക്യാരക്ടറിനകത്തോട്ട് അസൈൻ ചെയ്തിട്ട് അതൊരു ഇൻഡിജറിനകത്തോട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. ഇങ്ങനെ ചെയ്യാതെ നമുക്കൊരു ഇൻഡിജറിനകത്തോട്ട് ഡയറക്റ്റ് ക്യാരക്ടർ അസൈൻ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാർ അങ്ങ് കമന്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. മനസ്സിലായോ? ഈ സ്മോൾ എ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇതെന്താ വ്യത്യാസം? മറ്റേ ആദ്യം ഒരു ക്യാരക്ടറിലോട്ട് അസൈൻ ചെയ്തിട്ട് പിന്നെ ഒരു ഇൻഡിജറിനകത്തോട്ട് അസൈൻ ചെയ്തു. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡിജറിനകത്തോട്ട് അസൈൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇത് വർക്കാവും. വാല്യൂ ഓഫ് എ സ്മോൾ എ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനിയിപ്പോ നമുക്ക് യൂസറുടെ ഇങ്ങനെ മേടിക്കണ്ട, കൺസോളിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതാ ഇത് കളയാം. എന്നിട്ട് സിസ് ഔട്ട് കൊടുക്കാം. എന്താണ്
എൻ്റർ എ ക്യാരക്ടർ എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ സ്കാനർ ക്ലാസ് വെച്ച് വാങ്ങിക്കണം. ആൻഡ് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കുക. ഇതിപ്പോൾ സ്കാനർ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ വരുന്നത്. ഇനി എന്താണ്, നമുക്കൊരു ക്യാരക്ടറിനല്ലേ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ക്യാർ A1 ഈക്വൽ ടു സ്കാൻ ഡോട്ട്, ഇവിടെ ഡോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ എങ്ങനെയാണ്, നമുക്കൊരു സ്ട്രിങ് കൊടുക്കുമ്പോൾ സ്കാൻ ഡോട്ട്, ആ സ്കാനറിന്റെ ഒബ്ജക്ട് ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്ന് വിളിച്ചാൽ മതി. പിന്നെ ഇൻറ്റിജർ ആണെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റ് എന്ന് വിളിച്ചാൽ മതി. ബിഗ് ഡെസിമല്, ബിഗ് ഇൻറ്റിജർ, ബൂളിയൻ, ബൈറ്റ്, ഡബിള് എല്ലാം ഉണ്ട്. നമ്മളൊരു ക്യാരക്ടർ വാങ്ങുമ്പോൾ നെക്സ്റ്റ് ക്യാർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇല്ല. ഇതാ കണ്ടോ, വരാത്താണ്ടോ. അപ്പം നമ്മൾ ക്യാരക്ടറിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്കാൻ ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ഡോട്ട് ക്യാരക്ട് 0. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടറിനെ വാങ്ങിക്കുന്നത്. പിടികിട്ടിയോ? ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണ് നേരത്തെ ചെയ്ത പോലെ ഇതൊരു ഇൻറ്റിജർ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുക എന്നുള്ളതല്ലേ ആദ്യത്തെ വഴി. അപ്പോൾ ഇൻറ്റ് ASCII1 ഈക്വൽ ടു A1, ഇൻറ്റിജറിനകത്തോട്ട് അത് അസൈൻ ചെയ്തു. ഇനി ജസ്റ്റ് അത് പ്രിന്റ് ചെയ്താൽ മതി, ASCII1. മനസ്സിലായോ? ഇനി ഇതിപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുകയാണ് എസ് കൊടുത്തപ്പോൾ ഇതാ 115 അതിൻ്റെ വാല്യൂ. ഇതിപ്പോൾ ഞാൻ കൊടുത്തത് സ്മോൾ എസ് ആണ്. സ്മോൾ എസിൻ്റെ വാല്യൂ ആണ് 115. ഇപ്പം ഞാനൊരു ക്യാപിറ്റൽ എസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ 83. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റിജർ വാല്യൂയിലോട്ട് അസൈൻ ചെയ്ത് ചെയ്യുന്നത്. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ടും കൊടുക്കാം. യൂസറുടെ ഇൻപുട്ട് ഒരു ക്യാരക്ടർ മേടിക്കണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ക്യാരക്ടറിനെ മേടിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻറ്റിജർ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി എന്താണ്, നമുക്ക് രണ്ടാമത്തെ വഴി നോക്കാം. രണ്ടാമത്തെ ഇപ്പം ഞാൻ ഇത് കളയാണ്. ഇനി രണ്ടാമത്തെ വഴി എന്താണ്, ടൈപ്പ് കാസ്റ്റിംഗ് അല്ലേ. രണ്ടാമത്തെ മെത്തേഡാണ് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ അതെന്താന്ന് നോക്കാം. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ് ഏതാണോ അതിനെ വേറൊരു ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പിനെ വേറൊരു ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഴയ ചെയ്ത പോലെ ക്യാർ S1 ഈക്വൽ ടു നമുക്ക് സാധാ പോലെ കൊടുക്കാം. സ്മോൾ എന്ന് കൊടുത്തു. അപ്പം ഞാൻ ഒരെണ്ണം കൊടുത്തു. ഓക്കെ. ഇനി എങ്ങനെയാണ്, ഇതിനെ നമ്മൾ മുമ്പ് ചെയ്ത എന്താണ്, ഒരു ഇൻറ്റിജർ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നമ്മൾ ഇൻറ്റിജറിനകത്തോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ASCII1 ഈക്വൽ ടു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, ഇപ്പം ഇൻറ്റിലോട്ടല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻറ്റെന്ന് കൊടുക്കുക, എന്നിട്ട് S1 എന്ന് കൊടുക്കുക. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് ഏതാണോ അതിനെ നമ്മൾ വേറൊരു ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ S1 എന്ന് പറയുന്ന ഒരു ക്യാർ ആയിരുന്നു, അതിനെ ഒരു ഇൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സിസ്ഔട്ട് എന്നിട്ട് ASCII1 എന്ന് കൊടുക്കാം. അപ്പോൾ സ്മോൾ എയുടെ അല്ലേ. അപ്പം നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സ്മോൾ എയുടെ 97. മനസ്സിലായോ? ഇതും നമുക്കിവിടെ കൊടുക്കാതെ യൂസറുടെ ഇൻപുട്ട് വാങ്ങി മറ്റേ മുമ്പ് ചെയ്ത പോലെ സ്കാനർ ക്ലാസ് വെച്ച് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ നമുക്ക് ഇത് വാങ്ങിക്കാം. സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് ക്യാരറ്റ് 0 കൊടുക്കാം. ഇനി നമുക്ക് ഈ S1 ഇവിടെ പാസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് വാങ്ങുന്നത്. നേരത്തെ ചെയ്തോണം തന്നെ. എന്നിട്ട് ആ വേരിയബിൾ ഇവിടോട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എൻ്റെ ക്യാരക്ടർ Y കൊടുക്കുകയാണ്. സ്മോൾ y ആണ് കൊടുത്തത്, അതിൻ്റെ 121. ഇനി നമ്മൾ ക്യാപിറ്റൽ Y കൊടുത്താലോ 89. പിടികിട്ടിയല്ലോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ടൈപ്പ് കാസ്റ്റിംഗ് വെച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ASCII വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക for I ഈക്വൽ ടു 0, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 256. 256 വരെയുള്ള വാല്യൂസ് ആണ് ഉള്ളത്. I++. മനസ്സിലായോ? ടോട്ടൽ 256 എണ്ണമാണുള്ളത്. ഇനി ഇവിടെ സിസ്ഔട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ മനസ്സിലായോ? ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് ASCII വാല്യൂ പ്രിന്റ് ആയിട്ടുണ്ട്.
നമുക്ക് ആൽഫബറ്റ് എ എന്ന് പറയുന്നത് നമുക്ക് 65 നിന്നാണ് തുടങ്ങുന്നത്. അതായത് കണ്ടോ, എയുടെ വാല്യൂ 65. ഈ അറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഓരോ സിമ്പലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഉണ്ട്. കണ്ടല്ലോ. അപ്പൊ ദാ എയുടെ വാല്യൂ നമുക്ക് 65 നിന്നാണ് തുടങ്ങുന്നത്. പിടികിട്ടിയല്ലോ. എന്നിട്ട് ഇസഡിന്റെ വാല്യൂ നോക്കുക. ഇതാ ഇപ്പോ ഇസഡിന്റെ 90 വരെ. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എ തൊട്ട് ഇസഡ് വരെയുള്ളത് മാത്രം പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് i = 65 എന്ന് കൊടുക്കുക. എന്നിട്ട് എത്രയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡിന്റെ വാല്യൂ എത്രയാണ്, 90. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്യാം. ഇതാ അപ്പോൾ അത് മാത്രം കിട്ടി. മനസ്സിലായോ? എ തൊട്ട് ഇസഡ് വരെയുള്ളത് മാത്രം പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.